ലോകാരോഗ്യ ദിനം 1948 ലോകാരോഗ്യ സംഘടനയുടെ ആദ്യത്തെ അസംബ്ലിയിലാണ് അതിൻ്റെ സ്ഥാപന ദിനമായ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. ഓരോ വർഷവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ വർഷത്തെ ദിനാചരണത്തിന്റെ വിഷയം നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം എന്നാണ്. ഇതിനോടനുബന്ധിച്ച് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചക്കരക്കൽ നിവാസികൾക്ക് ലോകാരോഗ്യ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ നാമത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളിവിടെ ചെറിയ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ കോളേജിൽ നിന്നുള്ള കുട്ടികളുടെ ഫ്ലാഷ് മോബ് ഉണ്ട്. ഇവിടെ ഫ്രീ ആയി ഇപ്പോൾ രക്തപരിശോധന, ഷുഗറിനുള്ള രക്തപരിശോധന തത്സമയം ഇവിടെ നടത്തുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഭാഗത്തേക്ക് വന്ന് രക്തപരിശോധനയിൽ സംബന്ധിക്കാവുന്നതാണ്. ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ഇന്ന് ഉച്ചവരെ സൗജന്യമായിട്ടുള്ള പരിശോധനയും ഡിസ്കൗണ്ടോട് കൂടിയ മറ്റ് ചികിത്സാ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അതിലേക്കും ആ സമയത്തേക്കും എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. 11 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഒരു ചെറിയ ആഘോഷം നടത്തുന്നുണ്ട്. ആ അവസരത്തിലേക്കും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ സമയം ലോകാരോഗ്യ സംഘടനയുടെ ഇന്നത്തെ ഈ ആചരണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് 2 വാക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രകൃതിയും മനുഷ്യരാശി മാത്രമല്ല ജീവജാലങ്ങളെല്ലാം വളരെയധികം ഭീഷണിയെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ജീവജാലങ്ങളെയും മനുഷ്യരെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും 2 മിനിറ്റ് ചിന്തിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. തിരക്കേറിയ ഈ കാലത്ത് നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കുവാൻ സമയം കിട്ടുന്നില്ല. പിന്നെ എവിടെയാണ് ഭൂമിയെയും മറ്റ് ജീവജാലങ്ങളെയും എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. ബട്ട് നമ്മൾക്കും നമ്മളുടെ അടുത്ത തലമുറകൾക്കും ഈ ഭൂമിയുടെ നിലനിൽപ്പിനുമെല്ലാം ഈ ഒരു ചിന്തയുടെ ആവശ്യം വളരെ പ്രസക്തമാണ്. അതായത് ഇന്ന് ഭൂമി നിരവധിയായ മലിനീകരണങ്ങളാൽ, അതായത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അങ്ങനെ എല്ലാ വിധത്തിലും മലിനീകരണങ്ങളാൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, അങ്ങനെ നിരവധിയായിട്ടുള്ള ഭൂമിക്ക് തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾക്ക് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം ഭൂമിക്കുണ്ടാകുന്ന ഈ ക്ഷതങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെ ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളുമുള്ള മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ് ഈ ഭൂമിയെയും ഭൂമിയിലുള്ള നിവാസികളെയും ജീവജാലങ്ങളെയും രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളത്. സോ ആ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് ഇന്ന് നിങ്ങളിൽ എല്ലാവരിലും ചെറിയ തോതിലൊന്ന് ബോധവൽക്കരിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് പ്രയത്നിക്കാം, നമുക്കതിനായി ശ്രദ്ധിക്കാം. എല്ലാവർക്കും ലോകാരോഗ്യ ദിനത്തിൻ്റെയും ശുഭദിനത്തിൻ്റെയും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാനുമുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബിലേക്ക് ക്ഷണിക്കുന്നു. രക്തപരിശോധനയിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദി. Got me falling
തുടങ്ങുകയാണ്.